ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് 2 ട്രേഡാണ് നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആക്ടിവേറ്റ് ആയത് കുറേ ട്രേഡുണ്ട്, പക്ഷേ ഒരു ഡിമാൻഡ് പ്രൈസ് ലിമിറ്റ് പ്രൈസിനൊക്കെ രീതിക്ക് കിട്ടിയത് 2-3 ട്രേഡ് മാത്രമാണ്. അപ്പോൾ നമുക്ക് 2 ട്രേഡിൽ ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു നോളജ് ഇല്ല, ചെറിയ നോളജ് ഉണ്ടായിരിക്കാം. ഞാൻ പറയണത് ഇപ്പോൾ കോവിഡിന് ശേഷം കുറേ ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നല്ല നോളജൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു നോളജാണ് നിങ്ങൾക്കുള്ളത്. ഓപ്ഷൻ ചെയിൻ എന്താണ്, ഗ്രീക്സ് എന്താണ്, ചാർട്ട് എന്താണ്, OA ഡാറ്റ എന്താണ്, OA ചേഞ്ച് എന്താണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു SL മാനേജ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രോക്കേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാകും. അത് അപ്സ്റ്റോക്ക് ആയിരിക്കാം, തന്നെ ആയിരിക്കാം, സെറോദോ ആയിരിക്കാം, ഏതാണെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾക്ക് അതിൽ SL എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. SL എങ്ങനെ ഇടണം നിങ്ങൾക്ക് അത് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എനിക്ക് അതിൻ്റെ ടീംസ് വരാറുണ്ട് SL ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനും ഈ വീഡിയോയുടെ ഉണ്ടാവും. ഈ വീഡിയോ തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എൻ്റെ നിന്ന് ബൈ ചെയ്തെടുക്കാം. ഫ്രീ ആണ് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക, ട്രേഡർ. ഓക്കെ, അങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് നേരെ എൻ്റെ ടെലിഗ്രാമിലേക്ക് വരിക, എനിക്ക് DM ചെയ്യുക, എനിക്കൊരു ഹായ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക കമൻറ്റ് ബോക്സിൽ. ഇതാണ് നിഫ്റ്റി 261 മൈനസാണ്. ഈ 261 മൈനസ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായൊരു സിനാരിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഫോൾസൊക്കെ വരണത്. ഇന്ന് 20-ാം ഡേറ്റ് കുറേ നേരം ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. 24,837 ആ ലെവൽസിൻ്റെ അവിടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇടിയായിരുന്നു മാർക്കറ്റ്. 24,678 വരെ നല്ല രീതിക്ക് ഫോളോ ആയിട്ടുണ്ട്. പിന്നെ ഒരു സപ്പോർട്ട് എടുത്തേക്കാണ് അവിടെ തന്നെ. അപ്പോൾ നാളൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ C, അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ P തന്നെയാണ് കേട്ടോ നാളെ. അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. പിന്നെ നമുക്കുണ്ടായിരുന്ന ഇത്രയും സ്ട്രൈക്കുകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എല്ലാ സ്ട്രൈക്കിലും ട്രേഡുകളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് എല്ലാതും കുറേ ആക്ടിവേറ്റ് ആയ ട്രേഡുകളുണ്ട്. പ്ലാൻ ചെയ്യൽ മാത്രമല്ല, ആക്ടിവേഷൻ നടന്ന ട്രേഡുകളുണ്ട്. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സ്ട്രിക്റ്റായ റൂൾസാണ്. നമുക്ക് സേഫ്റ്റി നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്യാപിറ്റൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഡിമാൻഡ് പ്രൈസ് ലിമിറ്റ് പ്രൈസ് അങ്ങനത്തെ ഒക്കെ ലെവൽ വരണ നേരെ നിങ്ങൾ ട്രേഡ് എടുത്തോ. അഗ്രസീവ് ട്രേഡ് എടുക്കണ്ട, ഇനി എടുക്കണവർക്ക് എടുക്കാം. ഞാനത് പ്രോത്സാഹിപ്പിക്കണില്ല, അത്രയുള്ള കാര്യം. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവും, ചിലപ്പോൾ മുകളിലാവും ആക്ടിവേറ്റ് ആവുക, ഇത്തിരി പൈസ ഹൈലാവും ആക്ടിവേറ്റ് ആവുക. അഗ്രസീവ് ട്രേഡേഴ്സിന് അത് എടുക്കാം. അല്ലാത്തവർ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് എടുക്കണ്ട, ഇഗ്നോർ ചെയ്യാൻ. നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡുകൾ വന്നോളും. അത് ടൈം എടുത്തിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും വരും. അത് മനസ്സിലായില്ലേ? 24,900 P നമുക്ക് ലാസ്റ്റ് ടൈമിൽ കിട്ടിയ ട്രേഡാണ്. 2 രൂപ മുകളിൽ നമുക്ക് കിട്ടുന്ന ട്രേഡാണ്. പിന്നെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള ലെവൽസാണ്. ഫ്രീ ഗ്രൂപ്പിൽ ഈ 2 ലെവൽസും കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ. 124.65, 152.50 ഈ 2 ലെവൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അത് നോക്കിയിരിക്കുന്നവർക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. 2 രൂപ വ്യത്യാസം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് 50 പോയിക്കണത്. പിന്നെ ഉണ്ടായിരുന്ന 81,900 സീലാണ്. 81,900 സീൽ ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട ട്രേഡാണ്. ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ട ട്രേഡാണ്. 2 ഇഗ്നോറിങ്ങുള്ള ട്രേഡുകളാണ്. ഇതൊന്നും എടുക്കാനുള്ള ട്രേഡുകളല്ല കേട്ടോ. പ്രൈസ് കൂടുതലായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആരെടുത്തും. ഇനി എടുക്കുന്നവർക്ക് എടുക്കാം. ഇത് ഫസ്റ്റ് ട്രേഡ് എടുത്തവർക്ക് ഒരു നല്ല പ്രോഫിറ്റ് വേണ്ടാവും. സെക്കൻഡ് ട്രേഡ് എടുത്തവർ ഒത്തിരി കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അടിയിലേക്ക് പോകുന്നുണ്ടാവും. നിങ്ങൾ ട്രേഡ് എടുത്താൽ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളൊരു 10 ക്യാൻഡിൽ നോക്കിയിരിക്കുക. 10 ക്യാൻഡിൽ പ്രോഫിറ്റ് ഒന്നില്ലെങ്കിൽ ഇറങ്ങുക. അതായത് 10 മിനിറ്റ്, മനസ്സിലായാലും. പിന്നെ നമുക്കുണ്ടായിരുന്ന ട്രേഡ് 24,850 P ഇത് നമുക്ക് ഫുൾ ടാർഗറ്റാണ് കേട്ടോ. 24,850 P നമുക്ക് ഈ ഒറ്റ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ ഇത് പ്രോഫിറ്റിക്ക് നല്ല രീതിക്ക് പോകും. അല്ലെങ്കിൽ അവിടെ ട്രാപ്പുകൾ വരുന്നു. നമുക്ക് മോളിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ SL പോകും. എൻട്രി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തരുന്ന ലെവലാണ്. ഈ 174 എന്ന് പറഞ്ഞ ലെവലാണ് എൻ്റെ എൻട്രി. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. അവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പവർ കിട്ടുള്ളൂ. വേറെ എവിടെ എടുത്താലും ആ പവർ കിട്ടില്ല. നിങ്ങൾ ട്രാപ്പുകളിൽ ചെന്ന് പെടാനേ സാധ്യതയുള്ളൂ. നമുക്ക് 81,800 P ഫസ്റ്റ് ട്രേഡ് എടുത്തു 1:1 ആയി. പിന്നെ 10 ക്യാൻഡിൽ കഴിഞ്ഞു, ഇറങ്ങുക. അത്രയുള്ളൂ കാര്യം. കുറേ നേരം മാർക്കറ്റ് ടൈം വന്നിട്ടുണ്ട്, എന്നാലും 10 ക്യാൻഡിൽ ഇറങ്ങാൻ നോക്കുക. പിന്നെ റീ എൻട്രി ആണ്. കറക്റ്റ് മാർക്കറ്റ് അടിയെ പോയിട്ട് തിരിച്ച് കയറാൻ കുറച്ച് ടൈം എടുത്തു. നമ്മുടെ ക്യാൻഡിൽസ് കണ്ടില്ലേ, പെർഫോമൻസ് ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി കുറേ നേരം ട്രൈ ചെയ്ത് ക്യാൻഡിൽസ്. ഇവിടെ ശരിക്കും ഒരു ട്രൈ നടത്തി. പക്ഷേ റെഡ് ക്യാൻഡിൽ അടിയിൽ ക്ലോസ് ചെയ്തു, ട്രേഡ് ഇല്ല. പിന്നെയും ഗ്രീൻ ക്യാൻഡിൽ കയറി റെഡ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, ലിമിറ്റിൽ വന്നു ട്രേഡ് എടുക്കാം. അപ്പോൾ റെഡ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ട്രേഡിങ്ങിന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് 200 പോയിൻ്റ് പോയിരിക്കണത്. ഇത് 10 മിനിറ്റിൽ 200 പോയിൻ്റാണ് പോയിക്കണത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എണ്ണാം കറക്റ്റായിട്ട്. ഒരു 10 ക്യാൻഡിലിൽ 200 പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 11 മിനിറ്റ് കൊണ്ട് 200 പോയിൻ്റാണ് സെൻസസിൽ. അത് നിസ്സാര കളിയില്ല. അപ്പോൾ ഇത്രയും ട്രേഡ് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്.
പിന്നെയും ആക്റ്റീവ് ആയ ട്രേഡറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഡിമാൻഡ് പ്രൈസ് നോക്കിയിട്ട് നമ്മൾ വിട്ടുകളഞ്ഞ കുറേ ട്രേഡറുകളുണ്ട് സെൻസസിലും നിഫ്റ്റിയിലൊക്കെ ആയിട്ട്. അത് ഞാൻ എടുത്ത് പറയണമെന്നില്ല, ഗ്രൂപ്പിലിരിക്കണമൊക്കെ അത് മനസ്സിലാവും. ആ മാക്സിമം നിങ്ങൾ ലിമിറ്റ് പ്രൈസ് ചെറിയൊരു ഡിമാൻഡ് ഞാൻ പറഞ്ഞൊരു 100 രൂപയാണ് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയേണ്ടാവുക 100 രൂപയുടെ സ്ട്രൈക്കാവും മേടിക്കാൻ പറയേണ്ടാവുക. പക്ഷെ നിങ്ങൾ പോയിട്ട് 110 പോയി ബൈ ചെയ്യാനല്ല പറയണത്, 101 102 ബൈ ചെയ്യാനാണ് പറയണത്. ബാക്കി മാർക്കറ്റ് കണ്ടീഷനാണ്, അത് പോകുന്നത് പൊക്കോട്ടെ, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും, മനസ്സിലായോ? അതൊരു വെയിറ്റ് ചെയ്യുക, ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾ ട്രേഡറിന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള വീഡിയോ ഞാനത് അയച്ചു തരും, ഫ്രീ ആയിട്ടാണ് കേട്ടോ. 10 രൂപ വെച്ചിട്ട് ചിലവില്ല. ബിഗിനർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം അറിയണവരൊന്നുമല്ല, എല്ലാവർക്കും എക്സ്ട്രീം കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു ബേസ്മെൻറ്റ് വേണ്ടാന്നുള്ള രീതിക്കാണ് എല്ലാവരും പോണത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവരും പോയിട്ട് ട്രേഡറിന്ന് കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ആ വീഡിയോ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ ബുധനാഴ്ച അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.